ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സന്തോഷത്തോടു കൂടിയ വിശ്വാമിത്രൻ്റെ വാക്കുകളും പെരുമാറ്റവും എല്ലാവരെയും സംതൃപ്തരാക്കി. രാജസദസ്സിൽ എല്ലാവരും യഥാസ്ഥാനം യഥാഹം ഇരുന്നു. ആനന്ദസാഗരത്തിൽ ആറാടിയ മഹാരാജാവ് വിശ്വാമിത്ര ബ്രഹ്മർഷിയെ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഉണർത്തി: ഭഗവാനെ, മരണവക്ത്രത്തിൽ പതിക്കുന്നവന് അമൃത കിട്ടിയ പോലെ, മരുഭൂമിയിൽ മാരി ചൊരിഞ്ഞതുപോലെ, സന്താനമില്ലാത്തവന് ധർമ്മപത്നിയിൽ ഉത്തമ തനയനുണ്ടായതുപോലെ, കളവ് പോയ ദിവ്യവസ്തു തിരികെ കിട്ടിയതുപോലെ അവിടുത്തെ എഴുന്നള്ളത്ത് ഞങ്ങൾക്ക് ഒരു ഉത്സവ ആനന്ദം ഉണ്ടാക്കുന്നു, അപൂർവമായ ഉൾക്കുളിർ ഉണ്ടാക്കുന്നു. എന്നെക്കൊണ്ട് കഴിയുന്നതെന്തും അവിടുത്തേക്ക് ചെയ്യുവാൻ അതിരറ്റ സന്തോഷവുമുണ്ട്. അതിഭാഗ്യവാനാണ് ഞാൻ. അവിടുത്തെ പാദസ്പർശത്താൽ ഈ രാജധാനി പരിപാവനമായി തീർന്നുവല്ലോ. രാജർഷിയായിരുന്ന അവിടുന്ന് ഉജ്ജ്വല തപസ്സിനാൽ ബ്രഹ്മർഷിയായി. ഈ ദർശനം തന്നെ പുണ്യ സംവർദ്ധകമാണ് തീർച്ച. എന്തുദ്ദേശിച്ചാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എല്ലാവിധത്തിലും സംഭൂജിതനായ അവിടുത്തേക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നതിനെല്ലാം ഹിതമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ ഞാൻ അമേയ പുണ്യവാനായി തീർന്നു. അതിന്ന് അവിടുന്ന് അനുഗ്രഹിക്കണേ. ഉത്തമോത്തമമായൊരു ക്ഷേത്രത്തിൽ എത്തിയ പോലെയായി തീർന്നു ഞാൻ. അവിടുന്ന് ചിന്തിച്ചതെന്നും പറയുവാൻ സംശയിക്കരുതേ. എൻ്റെ കൺകണ്ട ഈശ്വരനാണ് അവിടുന്ന്. ആജ്ഞാപിക്കുന്നത് അക്ഷരം പ്രതി അനുഷ്ഠിക്കാം. അചിന്ത്യമായ അഭ്യുദയമാണ് ദ്വിജേന്ദ്രനായ അവിടുത്തെ വരവ് കൊണ്ട് കാകുസ്ത വംശത്തിനുണ്ടായത്. അനശ്വര യശസ് ആർജിച്ച വിശ്വാമിത്ര ബ്രഹ്മർഷി ദശരഥ മഹാരാജാവിൻ്റെ വിനയപൂർണമായ വാക്കുകൾ കേട്ട് ഏറ്റവും സന്തുഷ്ടനായി. രാജസിംഹൻ്റെ ആശ്ചര്യകരവും വിശദവുമായ വാക്കുകൾ തേജസ്സേറിയവനാണെങ്കിലും കൗശികനെ കോൾമയിർ കൊള്ളിച്ചു. സത്വംശ്യനായ അങ്ങയുടെ വാക്കുകൾ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ ശിഷ്യന് യോജിച്ചതു തന്നെയാണ്. മന്ദസ്മിതത്തോടെ യതിവരൻ തുടർന്നു: രാജ ശാർദൂലകനായ അങ്ങ് സത്യത്തിൽ അടിയുറച്ചവനാണ്. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം സാധിപ്പിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തുവല്ലോ. രാജൻ, ഒരു കഴിഞ്ഞ വ്രതത്തിൽ ഇരിക്കുകയാണ് ഞാൻ. എന്നാൽ ഈ ദീക്ഷയുടെ സിദ്ധി എനിക്ക് കിട്ടുന്നുമില്ല. അതിൻ്റെ അവസാനത്തിൽ ഹോമവേദിയിൽ മാംസഖണ്ഡങ്ങളോടുകൂടിയ രക്തത്തെ ഒഴിക്കുന്ന 2 അസുരന്മാരുണ്ട്. അമേയ പരാക്രമികളും കാമരൂപികളുമായ മാരീചൻ, സുബാബുഹു എന്നു പേരുള്ള അവരുടെ വിഘ്നകർമ്മങ്ങളാൽ മനസ്സുമടുത്തു. ഇത് ഒരു പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യം ആവർത്തിച്ചു വന്നപ്പോഴാണ് ഇങ്ങോട്ട് പോന്നത്. ദ്വേഷം വരുവാനോ ശപിക്കുവാനോ പാടില്ലാത്ത വ്രതവും ആണിത്. ധന്യധന്യനായ രാജൻ, അങ്ങയുടെ സീമന്തപുത്രൻ സത്യപരാക്രമിയായ വീരരാമൻ എന്നോടൊന്നിച്ചു പോരട്ടെ. ഉപദ്രവകാരികളായ ആ രാക്ഷസന്മാരെ മാത്രമല്ല, മറ്റനേകം അരക്കന്മാരെയും നശിപ്പിക്കുവാനുള്ള ശക്തി എൻ്റെ കീഴിൽ നിൽക്കുന്ന രാമനുണ്ട്. കാകപക്ഷധാരിയായ കുമാരനാണെന്ന് കരുതരുത്. 3 ലോകങ്ങളിലും യശസ് പരത്തക്ക വിധം അഭിവൃദ്ധി രാമനുണ്ടാകും. മാത്രമല്ല, മാരീച സുബാഹുക്കളെ വധിക്കുവാൻ രാമനെ കൊണ്ടല്ലാതെ വേറെ ആരു തന്നെ വിചാരിച്ചാലും സാധ്യവുമല്ല. ഉണ്ണിയാണെന്ന് തോന്നുന്ന രാമനെ ഈ ഘോര രാക്ഷസന്മാർ നിസാരന്മാരാണ്. രാമൻ്റെ മുന്നിൽ നിൽക്കുവാനുള്ള കെൽപ്പ് അവർക്കില്ല. കാലപാശബന്ധിതരായി കഴിഞ്ഞു അവർ. ഓമന മകനാണെന്ന വാത്സല്യം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ട മഹാത്മാവായ രാമൻ്റെ മുന്നിൽ എത്തുന്ന അസുരന്മാർ അവസാനിച്ചു എന്ന് വിശ്വസിച്ചോളൂ. ഒട്ടും സംശയിക്കേണ്ട. രാജരാജനായ ദശരഥ, ധർമ്മരൂപിയായ രാമനെ എനിക്ക് തികച്ചും അറിയാം. ഘോര തപസ്സുകൊണ്ട് അഗ്നി തേജസ്സാറുന്ന വസിഷ്ഠ ബ്രഹ്മർഷിക്ക് രാമൻ്റെ കെൽപ്പ് എന്താണെന്ന് നിശ്ചയമുണ്ട്. എന്തിന്, ഞങ്ങളെപ്പോലെയുള്ള തപോനിധികൾക്ക് രാമനെ തികച്ചും അറിയുകയുള്ളൂ. ഹേ നൃപേന്ദ്ര, ധർമ്മവും യശസ്സും ഈ പാരിൽ അങ്ങേക്ക് അനശ്വരമായി സമ്പാദിക്കണമെങ്കിൽ രാമനെ എൻ്റെ ഒന്നിച്ച് അയക്കൂ. മാമുനീശ്വരനായ വസിഷ്ഠനും മറ്റു താപസേശ്വരന്മാരും മന്ത്രിപുങ്കവന്മാരും അനുവാദം തരുമെങ്കിൽ ഓമനപുത്രനെ എന്നെ ഒന്നിച്ച് 10 ദിവസത്തേക്ക് യാഗസംരക്ഷണത്തിനായി അയക്കൂ. ഇക്ഷ്വാകുവംശ തിലകനായ അങ്ങേക്ക് മനസ്സിന്ന് അല്പവും അലട്ട് ഉണ്ടാകരുത്. എൻ്റെ യാഗത്തിന് യാതൊരു ഹാനിയും സംഭവിക്കാതിരിക്കുവാൻ രാമനെ എൻ്റെ ഒന്നിച്ച് അയക്കൂ. അങ്ങേക്ക് മാത്രമല്ല, ഈ വംശത്തിന് തന്നെ മംഗളം ഉണ്ടാകട്ടെ. ഉഗ്ര തപസ്വിയും ധർമ്മകർമ്മനിരതനും തേജസ്വിയുമായ വിശ്വാമിത്രൻ്റെ ധർമാർത്ഥങ്ങളോടുകൂടിയ ഈ വാക്കുകൾ ദശരഥ മഹാരാജാവിനെ ദുഃഖസാഗരത്തിൽ ആറാടിച്ചു. സിംഹാസനത്തിലേക്ക് ചാഞ്ഞു.
ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.